ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുമ്പളങ്ങ വൻപയർ ഓലനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും മാറാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റോടു കൂടി ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇതിന് വേണ്ടി ഒരു കുമ്പളങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് മുറിച്ചെടുക്കാം. നമുക്കിനി ഇത് മുറിച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുരുള്ള ഭാഗം താഴ്ത്തി മുറിച്ച് കളയാം. ഒട്ടും തന്നെ കുരു നമുക്ക് ഇതിൽ പെടേണ്ട ആവശ്യമില്ല. ഇനി തൊലിയും കളഞ്ഞ് ഇതേപോലെ നമുക്ക് എടുക്കാം. എല്ലാതും ഞാൻ ഇതേപോലെ തന്നെ എല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി നുറുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ ഇതേപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമുള്ളത് വൻപയറാണ്. അപ്പോൾ 1/4 ഗ്ലാസ്സിന് താഴെയായിട്ട് ഞാൻ വൻപയർ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പയർ നമുക്കിവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലെ വെള്ളം മുഴുവനും നമുക്ക് കളഞ്ഞെടുക്കണം. ഇതേപോലെ അരിപ്പയിലിട്ട് ഇതിലെ വെള്ളം കളഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കണം. നമ്മുടെ കറി വെള്ള കളറിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 ഗ്ലാസ് കുമ്പളങ്ങയുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നെടുകെ പൊളിച്ചിട്ട് അറ്റത്ത് പൊളിക്കണില്ല, ഇങ്ങനെ ഇടണുള്ളൂ. അപ്പോൾ അത് 2 എണ്ണം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ, 2ാം തേങ്ങാപ്പാൽ 1/2 ഗ്ലാസ് നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പച്ചമുളക് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് അടിയിലായി പോയാൽ പച്ചമുളക് നല്ലോണം വെന്ത് ഇതിൻ്റെ കളറെല്ലാം മാറിപ്പോകും. അപ്പം ഞാനിതിങ്ങനെ മുകളിലേക്ക് ആക്കി വെക്കുകയാണ്. ചട്ടിയുടെ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ഇപ്പോൾ കുമ്പളങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഈ സമയത്ത് കറണ്ട് പോയതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇതിലേക്ക് നമുക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ് വേണ്ടത്. 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് നമുക്കിത് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ തേങ്ങാപ്പാൽ 3/4 ഗ്ലാസിൻ്റെ അടുത്ത് നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. ഇതിലിങ്ങി തേങ്ങാപ്പാൽ ചേർത്തണ കാരണം ഇതിങ്ങി തിളപ്പിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പില എടുത്തിട്ട് ഒന്ന് ഞെരടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ടൊന്ന് നന്നായി ഒന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് 2-3 കറിവേപ്പിലയും കൂടിയും ഞെരടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇതിലേക്ക് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ടീസ്പൂൺ കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ച് വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്നെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും എല്ലാം നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റുള്ള നമ്മുടെ കുമ്പളങ്ങ വൻപയർ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയുടെ കളറൊന്നും മാറാതെ വെള്ള കളറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.